ക്യാൻ ഐ ബിക്കം എ മെഡിക്കൽ കോഡർ വിത്തൗട്ട് എ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട്? ഒരുപാട് ആൾക്കാർക്കുള്ള ഡൗട്ടാണ്. ഒരുപാട് മെസ്സേജസ് വരാറുണ്ട്. ലൈക്ക് വെദർ ക്യാൻ ഐ ഗോ ഫോർ എ മെഡിക്കൽ കോഡിംഗ് വിത്തൗട്ട് എ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട്? ഷുവർ, യു ക്യാൻ ഡു ദാറ്റ്. പക്ഷേ മേക്ക് ഷുവർ നമ്മളിപ്പം ഏത് ബാക്ക്ഗ്രൗണ്ടിലുള്ളവരാണെങ്കിലും മെഡിക്കൽ കോഡിംഗ് പഠിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഒരുപാട് മെഡിക്കൽ കോഡേഴ്സ് ഉണ്ട്. നോൺ മെഡിക്കലായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിലേക്ക് കോമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, അതുപോലെ തന്നെ ഫൈനാൻസ് ബാക്ക്ഗ്രൗണ്ട്, ഇങ്ങനെ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട്സിൽ വർക്ക് ചെയ്തവരോ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിഗ്രീസൊക്കെ എടുത്തവരോ ആയിട്ടുള്ള ആളുകൾ മെഡിക്കൽ കോഡിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ആ ഒരു ലൈക്ക് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഇറ്റ് ഈസ് ലൈക്ക് പോസിബിൾ. പക്ഷേ ലൈക്ക് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലൈക്ക് വി ഹാവ് ടു ഹാവ് എ തറോ അണ്ടർസ്റ്റാൻഡിങ്. അല്ലെങ്കിൽ മെഡിക്കൽ കോഡിങ് ചെയ്യുന്ന സമയത്ത് വിൽ ഫൈൻഡ് ഇറ്റ് മച്ച് ഡിഫിക്കൾട്ട് ലൈക്ക് ടു ലേൺ അബൌട്ട് ദി ഹ്യൂമൻ അനാറ്റമി, ദ മെഡിക്കൽ ടെർമിനോളജീസ്. അതുപോലെ തന്നെ നമ്മൾ മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു മെഡിക്കൽ. സോ ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഡോക്യുമെൻറ്റേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ലൈക്ക് നമ്മളിപ്പോൾ അനാറ്റമി അല്ലെങ്കിൽ ഫിസിയോളജി എന്ന് പറയുമ്പോഴത്തേന് ബോഡി പാർട്സ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് വ്യൂസ്, ഏത് പൊസിഷനിങ് ആണ്, അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ ഈച്ച് ആൻഡ് എവറി ബോഡി ഓർഗൻസിൻ്റെ, ലിഗമെൻസിൻ്റെ, ഇതിൻ്റെയൊക്കെ പേര് മനസ്സിലാക്കുക. അതുപോലെ നമ്മുടെ മെഡിക്കൽ ടെർമിനോളജീസ് ഉണ്ട്. ഈ ടെർമിനോളജീസൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഇതൊക്കെ ലേൺ ചെയ്യാൻ വേണ്ടി നമ്മളൊരു വില്ലിങ്നെസ് ആയിട്ട് ലൈക്ക് നമ്മൾ വിചാരിക്കുവാണ് ലൈക്ക് ഐ ക്യാൻ ഡു ഇറ്റ്, അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ എത്ര സ്ട്രഗിൾ ചെയ്താലും ഞാൻ പഠിച്ചെടുക്കാൻ വില്ലിങ് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ മെഡിക്കൽ കോഡിങ്. ബട്ട് ലൈക്ക് മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് ടു ക്രോസ് ഓൾ ദീസ് ബാരിയേഴ്സ്. അല്ലെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്കൊരു നല്ല മെഡിക്കൽ കോഡർ ആവാൻ സാധിക്കത്തുള്ളൂ.